കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ. കാണാൻ മാത്രല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്. ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. ഒരു മുട്ടയും പൊട്ടിച്ചെടുക്കാം. 1/2 കപ്പ് പാലും ഒഴിക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് അതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നട്സ് ഒന്ന് വറുത്തെടുക്കാം. നന്നായി വറവായ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഏലക്കായ പൊടി കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി ചൂടായി വന്നാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി അതേ ചട്ടിയിൽ തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നീളത്തിൽ മുറിച്ച ബനാന ഇട്ട് കൊടുക്കാം. 2 സൈഡും വേവായാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാനിലോട്ട് തന്നെ നേരത്തെ അടിച്ചു വെച്ച മാവ് ഒഴിച്ചു വെക്കാം. ഈ ബാറ്റർ ചട്ടിയിൽ പരത്തിയതിന് ശേഷം ഓരോന്നായി നമുക്ക് പഴം വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും തരണേ. താങ്ക് യു.